ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നല്ലൊരു പോക്ക് ഡിഷായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക രീതിയിൽ തേങ്ങയൊക്കെ വറുത്ത് ഒതുക്കി ക്രഷ് ചെയ്ത് ചേർത്ത് ഉണ്ടാക്കിയ ഒരു പോർക്ക് പെരളൻ. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ചോറിനും കപ്പയ്ക്കും എല്ലാം പറ്റിയ നല്ലൊരു പോർക്ക് പെരളൻ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പോർക്ക് ഉലർത്താൻ ഒരു ഇരിങ്ങാലക്കുട സ്റ്റൈല് പോർക്ക് ഉലർത്താനായിട്ട് ഉലർത്താന്ന് പറഞ്ഞാൽ ഗ്രേവി പരണ്ടിരിക്കുന്ന പോർക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് പോർക്ക് ഞാനിപ്പോൾ ഒരു 2 കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. അത് കുറച്ചൊരു 10-15 കാന്താരി മുളക്, ഒരു 20 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 വലിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ആദ്യം പോർക്കിനെ പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ 2 കിലോ പോർക്ക് ഞാൻ പ്രഷർ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 സവോള, നല്ല കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചതച്ച സാധനങ്ങൾ പട്ട, ഗ്രാമ്പൂ, കാന്താരിമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 3-4 വിസിൽ വരുന്നവരെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിനെല്ലാം ശരിക്കും ഇത് കൈകൊണ്ട് യോജിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നല്ല തിരുമ്മി പിടിപ്പിക്കുമ്പം ഇതെല്ലാം അടുത്തോട്ട് ആ മസാലയൊക്കെ പിടിച്ചോളും. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പൈസസ് നല്ല ചതച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. പൊടിക്കുന്നതിലും നല്ലത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പൊടിക്കുന്നതിലും നല്ലത് നമ്മൾ ചതച്ച് സ്പൈസസ് ചേർത്താൽ കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളായിരിക്കും. ഇനി ഇതിനെ ഞാൻ പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിക്കട്ടെ. അപ്പോൾ പോർക്കിന് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഏകദേശം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയുടെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഒരു 2-3 കഷ്ണം കറുവാപ്പട്ട. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അതൊന്ന് പച്ചച്ചവ മാറിക്കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതിനെ ബ്രൗൺ കളറാക്കി റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതൊന്ന് ചെറിയ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒന്നും കൂടെ ബ്രൗണായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യാതിരുന്നത് ആ തേങ്ങയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ പച്ചച്ചവയൊന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് തീ കുറച്ചിടണം. അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗൺ ആവുന്നവരെ, നമ്മൾ സാറിന് തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്ന പോലെ എല്ലാ പോർഷനും നല്ല ബ്രൗൺ ആവുന്നവരെ, ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ചെറിയ തീയിൽ, അത് ശ്രദ്ധിക്കണം, ചെറിയ തീയിലിട്ട് നമുക്കതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ. ഇപ്പം ആ തേങ്ങയും സ്പൈസസും ചെറിയ ഉള്ളിയും എല്ലാം ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഈ അടുപ്പ് ഓഫ് ചെയ്യാം. അത് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട്, എന്നാൽ തീരെ ആറരുത്, ചെറിയ ചൂടോടെ നമുക്കതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് കറക്കിയാൽ മതി മിക്സിയിലിട്ട്, വെള്ളമൊന്നും ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി ഇതെല്ലാം കൂടെ. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ആറാനായിട്ട് അനുവദിക്കും. ഇപ്പോൾ പോർക്ക് നമുക്ക് പറ്റിച്ചല്ലേ ഉള്ളൂ. നമ്മളതിൻ്റെ ഡ്രൈ കോക്കനട്ട് പൗഡറും ഉണ്ടാക്കി വെച്ചു റോസ്റ്റ് ചെയ്തിട്ട്. ഇനി നമ്മളിതിനെ ഉലർത്താൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഞാൻ ഡ്രൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പോർക്കിൽ നമുക്ക് ഒത്തിരി നെയ്യുണ്ട്, അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്കിതിനെ എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി വേവിച്ച പോർക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മൂപ്പിച്ച മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിക്കകത്തോട്ട് വേവിച്ച് പോർക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആ അരപ്പിൻ്റെ പകുതി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. പകുതി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് ആ റോസ്റ്റഡ് കോക്കനട്ടിൻ്റെയൊക്കെ ടേസ്റ്റ് ആ പോർക്കിലൊക്കെ പിടിച്ച് റെഡിയാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് ആ അരപ്പൊക്കെ വറ്റി, ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി അരപ്പും കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് ബാക്കി അരപ്പും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നല്ല പരണ്ട പരുവത്തിൽ നമുക്കിതിനെ വാങ്ങാം. എന്നിട്ട് വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ
ചതച്ച് ആ റോസ്റ്റഡ് കോക്കനട്ട് ഒന്ന് വിളമ്പിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോഴാണ് അതിങ്ങനെ കുറച്ചിങ്ങനെ കടിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ പോർക്ക് കഴിക്കുമ്പോൾ. അതാണ് ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ്. നല്ല നാടൻ രീതിയിലുള്ള പോർക്ക് പെരളൻ റെഡി ആയിട്ടിരിക്കുന്നു.